വാഹനം കിട്ടാനോ സ്കൂളിൽ പഠിക്കാനോ കഴിയാത്തൊരു സാഹചര്യമുള്ളൊരു മേഖലയാണ്. ആ മേഖലയിൽ നിന്നുകൊണ്ട് വളരെ കരുത്തോടെ വളരെ ശ്രദ്ധാപൂർവം അവർ പഠിച്ചതിൻ്റെ ഒരു ഫലമാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, അവരുടെ അക്ഷീണം പരിശ്രമിച്ചാൽ പോലും ഈ കുട്ടികളെ ഹയർ സ്റ്റഡിക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം സ്വമനസ്സുകളുടെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘങ്ങളുടെയും ഒക്കെ സഹായം ഈ ഘട്ടത്തിൽ ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 3 മിടുക്കികളുണ്ട്. ഈ 3 മിടുക്കികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒരുമിച്ച് ജനിച്ചവരാണവർ. ഇപ്പോൾ ഒരുമിച്ചാണ് അവരുടെ SSLC പരീക്ഷയിലും അവർ മികച്ച വിജയം നേടി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ +2 പരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ വെഞ്ഞാറമൂട്, പുല്ലമ്പാറ, തേമ്പാമൂടാണ് ഈ 3 സഹോദരികളിൽ. ആളാരാണ് ഇവിടെ? അൽഫി അല്ലേ? പേരെങ്ങനെയാണ്? അൽഫി. രണ്ടാമത്തെ ആള്? അൽഫിന. എങ്ങനെ ഉണ്ടായിരുന്നു ഇക്കഴിഞ്ഞ പരീക്ഷ +2? കുറച്ച് ടഫായിരുന്നു. കെമിസ്ട്രിയൊക്കെ ഭയങ്കര പാടായിരുന്നു. റിസൾട്ട് എങ്ങനെയായിരുന്നു അൽഫി? കുഴപ്പമില്ല. 3A+, 3A ഉണ്ടായിരുന്നു. 1053 മാർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ 2A+, ബാക്കി 1034 മാർക്ക്. സെയിം 1053, 3A+, 3A. ഇത്രയും നാളും ജനിച്ചത് മുതൽ നിങ്ങൾ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കളിച്ചു. പിന്നെ എന്താ ഇനി അടുത്ത പ്ലാൻ എന്താണ്? ഫാർമസി എന്തെങ്കിലും എടുത്ത് എവിടെയെങ്കിലും കിട്ടണം. B.Pharm നോക്കണം. അത് കിട്ടുമെങ്കിൽ അതിൽ തന്നെ പോകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് നോക്കും. ഇവിടെയോ? നഴ്സിംഗ് ആണ് നോക്കുന്നത്. നഴ്സിംഗ് ആണ്. അപ്പോൾ ഒരാൾക്ക് വേറെ തീരുമാനം, 2 പേർക്ക് നഴ്സിംഗ് ആണ്. അപ്പം ഈ 2 മേഖലയിലേക്ക് പോകുന്നത് ഇത്രയും നാൾ ഒരുമിച്ച് പോയതിൻ്റെ ഒരു വിഷമം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഒരുമിച്ച് എപ്പോഴും പോയാലും 3 പേരും ഒരുമിച്ച് എവിടെയും പോകും. ഇനി 3 പേരും 3 വഴിക്ക്. സ്കൂളായിരുന്നു പഠിച്ച? ജനത ഹയർ സെക്കൻഡറി സ്കൂൾ, തേമ്പാമൂട്. ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്? മാത്സ്. സാധാരണ മാത്സ് ടഫ് എന്നാണ് എല്ലാവരും പറയുന്നത്. മാത്സ് എനിക്കിഷ്ടമാണ്. ക്ലാസ് ടീച്ചറാണ് പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് മാത്സ് ഇഷ്ടമാണ്. മാത്സ് 3 പേർക്ക് ഒരേ ഇഷ്ടമാണ്. മക്കളുടെ വിജയത്തിൽ എന്ത് തോന്നുന്നു ഈ നിമിഷം? സന്തോഷമാണ്. പ്രതീക്ഷിച്ച തന്നെ വിജയിച്ച സന്തോഷമാണ്. ഇവിടെ അമ്മയ്ക്കോ? സന്തോഷം. ഇങ്ങനെ പഠിക്കുന്ന സമയമൊക്കെ എങ്ങനെയായിരുന്നു? അവരൊരുമിച്ച് തന്നെ പഠിക്കുന്നത്. ഇവർക്ക് നഴ്സിങ്ങിനും ഒരാൾക്ക് B.Pharm ആണ്. അപ്പം പാരൻസ് എന്ന നിലയിൽ നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണ്? മാക്സിമം ശ്രമിക്കും. എന്തായാലും ബുദ്ധിമുട്ടാണ്. 3 പേരും കൂടെ ഒരുമിച്ചായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുമ്പോട്ട് എങ്ങനെയെന്നിട്ട് അറിഞ്ഞൂടാ. മാക്സിമം പിന്നെ എന്തെങ്കിലും സഹായങ്ങളുള്ള പ്രതീക്ഷിക്കുന്നുണ്ട് മുന്നോട്ടുള്ള പഠനത്തിന്. അവരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. തീർച്ചയായും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാത്ത നിലയിൽ ഒരു 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങുക എന്ന് പറഞ്ഞൊരു പ്രത്യേകതയാണ് ഈ പ്രദേശത്തെ. നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ പോലും കുറവായ ഒരു പ്രദേശമാണ് ഈ പ്രദേശം. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു ക്രൈസിസ്, ഈ കുട്ടികളുടെ പിതാവ് പ്രവാസിയായിരുന്നു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഇനി ഉള്ള ആശങ്ക അവർക്ക് ഉപരിപഠനത്തിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ശരി, അവരുടെ അക്ഷീണം പരിശ്രമിച്ചാൽ പോലും ഈ കുട്ടികളെ ഹയർ സ്റ്റഡിക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം സ്വമനസ്സുകളുടെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘങ്ങളുടെയും ഒക്കെ സഹായം ഈ ഘട്ടത്തിൽ ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. പറഞ്ഞ കണക്ക് നിസാർ ഗൾഫിൽ നിന്നൊക്കെ വന്ന് സാമ്പത്തികമായിട്ടുള്ളതുകൊണ്ട് പിന്നെ ഈ 3 കുട്ടികൾ ഒരുമിച്ച് അവരുടെ ആഗ്രഹങ്ങൾ നഴ്സിങ്ങിന് പോകണം, മറ്റ് B.Pharm പോകണം, അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മെമ്പർ പറഞ്ഞത് കണക്ക് മറ്റ് നാട്ടിലുള്ള സാമൂഹ്യ സന്നദ്ധ സംഘടനകളൊക്കെ ഇത് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഒരുമിച്ച് കളിച്ച് ഇതുവരെ പഠിച്ചു വന്ന 3 പെൺകുട്ടികളാണ്, മിടുക്കികളാണ്. അവർക്ക് ഇനി നിങ്ങളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ടുള്ള പഠനം ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇത് കാണുന്ന സുമനസ്സുകൾ തീർച്ചയായും ഈ പെൺകുട്ടികളുടെ ഭാവിക്ക് ഒരു സഹായം നൽകണമെന്നാണ് പറയാനുള്ളത്. മാത്രമല്ല, നമ്മുടെ നാടിന് മാതൃകയാകുന്ന മുതൽക്കൂട്ടാകുന്നതാണ് ഈ മിടുക്കികളുടെ വിജയം. തുടർന്നും ഇത്തരത്തിലുള്ള വിജയങ്ങൾ തന്നെ ഭാവിയിലും അവർക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.